ഖുല്ലിൽ മുഅ്മിനീന യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. മുഅ്മിനീങ്ങളോട് പറയണേ, മുഅ്മിനാകണമോ കണ്ണടക്കാൻ പറയണേ, ഒരു പെണ്ണിനെയും നോക്കരുതെന്ന് പറയണേ എന്ന് ആരാ പറയുന്നത്? രാജാതിരാജനായ അല്ലാഹു. ഖുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറയണേ കണ്ണടക്കാൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്താ? വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യ ഭാഗവും സൂക്ഷിക്കാൻ പറയണേ. അപ്പൊ കണ്ണു പറഞ്ഞിട്ടാണ് ഗുഹ്യ ഭാഗം പറഞ്ഞത്. എന്തുകൊണ്ട്? നോട്ടമാണ് അപകടത്തിൻ്റെ, വേശ്യാവൃത്തിയുടെ തുടക്കമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കണ്ടിച്ചല്ലോ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫർ, മനുഷ്യ ശരീരത്തെ ലാബിൽ പോയി പഠിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ. സ്വയം ഇഷ്ടപ്രകാരം സംസാരിച്ചതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ യഗ്ളും മുഅ്മിനീന യഗ്ളുദ്ദൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് പറയണേ അവരുടെ കണ്ണടക്കാൻ. വയഹ്ഫളൂ ഫുറൂജഹും, ഗുഹ്യ ഭാഗത്തെ സൂക്ഷിക്കാനും. അപ്പം കണ്ണടക്കണോന് മാത്രമേ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിക്കാൻ കഴിയൂ. കണ്ണടക്കാന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നടന്നു പോകണമെന്നല്ല. ഹറാമ് കാണരുത്. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അസ്കാ. ഇനി വരൂ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം ആയത് വയുസക്കീഹിം ദാലിക അസ്കാ ലഹും. ഒരായത്തും മറ്റൊരായത്തും തമ്മിൽ ബന്ധമുണ്ട്. തസ്കിയത്ത് കിട്ടണോ? തസ്കിയത്ത് കിട്ടിയ ആളാകണം ജയിക്കാൻ. അയാൾ വിജയിക്കണോ? തസ്കിയത്തുള്ള ആളുടെ കണ്ണ് ഹറാമുകളിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമ്പോഴേ അയാൾക്ക് തസ്കിയത്ത് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോളൂ, മുഅ്മിനോട് പറഞ്ഞതാണ്. ഭയങ്കര രസമുണ്ട് ഈ ആയത്ത്. നമ്മളൊരു 5-6 ദിവസം സംസാരിക്കേണ്ട വിഷയമാണ് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം കൂടി ഞാൻ ഒറ്റ പാച്ചിൽ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. 5-6 ദിവസം പറയേണ്ടതാണ്. ഇനി നോക്കൂ, മുഅ്മിനീങ്ങളോട് അവിടെ പറഞ്ഞു നിർത്തി. ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ, പെണ്ണിനോട് കുല്ലിൽ മുഅ്മിനാതി, കുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനത്തായ പെണ്ണിനോട് പറയണം യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണടക്കാൻ പറയണേ എന്ന് പറഞ്ഞാൽ പെണ്ണിന് ആണിനെയും ശ്രദ്ധിക്കരുത്. നമ്മൾ വായിച്ചില്ലേ, ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭമായൊരു സംസ്ഥാനത്തിലെ തമിഴ്നാട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു കുട്ടിയെ കൊണ്ട് ചാടിപ്പോയി എന്ന് കേട്ടോ നിങ്ങൾ? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ റിപ്പോർട്ട് ഓർമ്മ ഉണ്ടോ? ഞാൻ വെറുതെ പറയാണോ എന്നാ ചോദിക്കണത്. ഓർമ്മ ഉണ്ടോ? ചെന്നൈയിലെ താൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയുമായി അധ്യാപിക ഓടിപ്പോയി ഡൽഹിയിലേക്ക്. എങ്ങനെയാ സ്നേഹം തോന്നിയത് കണ്ടോ? മിഷനറി സൃഷ്ടിച്ച റബ്ബ് പറയാൻ എങ്ങനെയാ സ്നേഹം തോന്നിയത്? അവനെ കണ്ട പുരാകർഷണീയത. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണല്ലോ റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള ഒരിക്കൽ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് മൈമൂന ബീവിയും റസൂലുള്ളാഹിനോട് ചേർന്നിരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും മൈമൂന ബീവിയുടെയും ഒപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴാ അന്ധനായ മദീനത്തെ സ്വഹാബി അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. അള്ളാഹിന്റെ ഹബീബ് അപ്പോൾ ഉമ്മു സലമയോടും മൈമൂന ബീവിയോടും റസൂലുള്ള പറഞ്ഞു, ഇഹ്തജിബാ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം വരുന്നുണ്ട്, അങ്ങ് മറഞ്ഞു നോക്കോ, വീടിൻ്റെ അകത്തേക്ക് പോകോ. ഇത് പറഞ്ഞപ്പോൾ ഉമ്മു സഫി മൈമൂന റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയേ അത് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം അല്ലേ? അന്ധനല്ലേ അയാൾ ഞങ്ങളെ കാണുകയില്ലല്ലോ. മുത്തുനബിയുടെ കണ്ണങ്ങ് ചുവന്നോ.
കേട്ടോളൂ കേട്ടോളൂ, മുത്തുനബിയുടെ കണ്ണഞ്ഞ് ചുവന്നോ. അള്ളാന്റെ ഹബീബ് പറയുകയായി, എന്നിട്ട് അഫഅംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? അബ്ദുള്ള അന്ധനാണെന്ന് കരുതി നിങ്ങൾ അന്ധനാണോ? കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന. അപകടം തുടങ്ങുന്നത് നോട്ടത്തിലാണ്. മഹാനായ സക്കറിയ മഹാനായ സക്കറിയ അലൈഹിസ്സലാം, മഹാനായ യഹ്യ അലൈഹിസ്സലാം, ആരാ യഹ്യ നബി. ചിന്തിക്കണേ, വ്യഭിചാരത്തിനെതിരെ ആഞ്ഞടിച്ചിട്ട് തൻ്റെ തല കൊടുക്കേണ്ടി വന്ന ആളാ യഹ്യ അലൈഹിസ്സലാം. ആ നാട്ടിലുണ്ടായിരുന്ന രാജാവ് വലിയ വ്യഭിചാരിയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളെ ഇറക്കുമതി ചെയ്ത് വ്യഭിചാരം നടത്തുന്ന ആളായിരുന്നു അയാൾ. അയാൾക്കെതിരെ ആഞ്ഞടിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, യഹ്യയെ കൊല്ലണം, എന്നാലേ കാര്യം സാധ്യമാകൂ. യഹ്യ അലൈഹിസ്സലാമിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു. ആളുകൾ വന്നു, യഹ്യ അലൈഹിസ്സലാമിനെ കൊന്നു. തലയെടുത്തിട്ടൊരു പ്ലേറ്റിൽ വെച്ചിട്ട് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോഴാ രാജാവ് സന്തുഷ്ടനായത്. തല വ്യഭിചാരത്തിനെതിരെ സംസാരിച്ചിട്ട് കൊടുക്കേണ്ടി വന്ന ആളാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ നബി എന്തുകൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചു? ചിന്തിക്കേണ്ട വിഷയമാണ്. യഹ്യ അലൈഹിസ്സലാമിനോട് ആളുകൾ ചോദിച്ചു, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമേ, മാ ബദഉസ്സിന, വ്യഭിചാരത്തിന്റെ തുടക്കം എന്താണ്? ഉടനെ പറഞ്ഞു, അന്നളൂറു, നോട്ടമാണ് തുടക്കമെന്ന് നബിയുൻ എന്ന് മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ഖുർആൻ അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് പെണ്ണ് തനിക്ക് അനുവദനീയമല്ലാത്ത ആളെ കാണാൻ ഇടവരരുത്. കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരവരുടെ ഗുഹ്യ ഭാഗം സൂക്ഷിക്കണേ. വലാ യുബ്ദീന സീനതഹുന്ന, കേട്ടോ പെണ്ണോ, കേട്ടോളൂ എൻ്റെ സഹോദരി, പുരുഷനോട് ഇത് പറഞ്ഞില്ല. വലാ യുബ്ദീന സീനതഹുന്ന, ഞാൻ വലിയൊരു കാര്യം പറയാൻ പോവാ. വലാ യുബ്ദീന സീനതഹുന്ന, പുരുഷനോട് ഇത് പറഞ്ഞില്ല. പെണ്ണിനോട് പറയാ കണ്ണടക്കണം, മാത്രമല്ല ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന, നിന്റെ ഭംഗി നീ വെളിച്ചത്ത് കാണിക്കരുത്. ഇല്ലാ മാ ളഹറ മിൻഹാ, അതിൽ നിന്ന് വെളിച്ചത്തായതല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രട്ട് കഴിഞ്ഞ് ബാക്കി പുറത്തായതെന്നല്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഇല്ലാ മാ ളഹറ മിൻഹാ എന്ന് പറഞ്ഞാൽ ഖുർആൻ പെണ്ണിനോട് ആകെ മൂടുന്ന വസ്ത്രം ധരിക്കാനാ പറഞ്ഞത്. ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വസ്ത്രത്തിൻ്റെ വെളിയിൽ നിന്ന് വസ്ത്രം കാണുന്നത് പിന്നെ തടഞ്ഞു വെക്കാൻ കഴിയില്ലല്ലോ. ആകെ മൂടുന്ന വസ്ത്രം ധരിച്ചാൽ ശരീരത്തിൻ്റെ ആകൃതി കാണും, അത് പിന്നെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. അതല്ലാത്തത് എന്നാണ് ഒരു പറ്റം പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവൻ മറക്കണമെന്ന് അഭിപ്രായപ്പെട്ട, അതൊഴികെ എന്ന് അഭിപ്രായപ്പെട്ട ചിലർ വളരെ വിരളം ആളുകൾ ഉണ്ട് എന്ന് മാത്രം. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കണ്ണടക്കണം. പിന്നെയോ വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങളുടെ ഭംഗി നിങ്ങൾ വെളിച്ചത്ത് കാണിക്കരുത്. ഇല്ലാ മാ ളഹറ മിൻഹാ, പ്രത്യക്ഷമായതല്ലാതെ. എന്നിട്ട് കേട്ടോളൂ, വൽയുദ്രിബ്ന ബിഖുമുരിഹിന്ന. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് മൂക്കത്ത് കൈ വെച്ച് പോയിട്ട്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്തംഭ നിസ്കാരം. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്തംഭമാണ് നിസ്കാരം. ഈ നിസ്കാരത്തിൽ റുകൂ എങ്ങനെ ചെയ്യണം? ഖുർആനിലില്ല. സുജൂദ് എങ്ങനെ ചെയ്യണം? ഖുർആനിലില്ല. കേട്ടോളൂ, ഖൽബ് തുറന്ന് കേൾക്ക്. സുജൂദ് എങ്ങനെ ചെയ്യണം? ഖുർആനിലില്ല. നേരെ ഇല്ല. റുകൂ എങ്ങനെ ചെയ്യണം? നേരെ എന്ന് പറഞ്ഞിട്ടില്ല. കയ്യിന്ന സ്ഥലത്ത് വെക്കണം, ഇന്നവരെ കുനിയണം, നേരെയില്ല. നിങ്ങൾ ചിന്തിക്കണേ, ഇവിടെയാണ് ഒരു പെണ്ണിന് വേഷം ധരിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹു. പെങ്ങളെ എവിടെയാ അപകടം? അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്, വൽയുദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജയൂബിഹിന്ന, നിങ്ങളുടെ തലയിൽ ധരിച്ച തട്ടം നിങ്ങൾ നെഞ്ചത്തേക്ക് താഴ്ത്തിയിടണേ, മാറത്തേക്ക്
താഴ്ത്തിയിടണേ. മാറ് മറക്കാതെ നടക്കുന്ന പർദ്ദധാരികൾക്ക് ഖുർആന്റെ മുന്നറിയിപ്പ്, വല്യദുരിബിന, പർദ്ദ ധരിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പർദ്ദയുടെ ഉള്ളിലുള്ള ആരുടെ ഖൽബ് മോശമായാൽ ജനം മോശമാകും, സമൂഹം മോശമാകും. ഹബീബ് പരിശുദ്ധ ഖുർആന പറയുന്നത്, വല്യദുരിബിന ബിഖുമുരിഹിന്ന അലാ ജയൂബിഹിന്ന, തട്ടത്തിൻ്റെ തലയെടുത്ത് മാറത്തേക്ക് താഴ്ത്തിയിടണം, അതായത് ആകെ മൂടണം എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ല പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബിജൂബിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങളെ കാണാൻ ഇടവരരുത്, ഇല്ലാ ലിബുലതിഹിന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാർക്കല്ലാതെ ഭംഗി കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇടപെടുകയാണോ, നിങ്ങളുടെ സൗന്ദര്യം കാണാനോ ഭർത്താവല്ലാതെ വേറൊരാളും ഇടവരരുത്. പിന്നെയോ നിങ്ങളുടെ വാപ്പമാർ, ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ ഇതേ സ്ത്രീകളുടെ സ്വന്തം മക്കൾ, ഔ അബ്നാഇ ബുഉലതിഹിന്ന, ഭർത്താവിൻ്റെ ആൺമക്കൾ, ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആൺമക്കൾ, ഔ ബനി ഇഖ്വാതിഹിന്ന, അല്ലെങ്കിൽ സഹോദരിമാരുടെ ആൺമക്കൾ, ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ വർഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അതായത് അവരുടെ തന്നെ മതത്തിൽപ്പെട്ട സ്ത്രീകൾ, ഔ മാ മലകത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള അടിമകൾ, അവിത്താബീന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ, അല്ലെങ്കിൽ വികാരത്തിൻ്റെ ഒക്കെ പ്രായം കഴിഞ്ഞു പോയ വൃദ്ധരായ ആളുകൾ, അവിത്തുവില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, അല്ലെങ്കിൽ ഈ ഔറത്ത് വിചാരങ്ങളൊന്നും വന്നിട്ടില്ലാത്ത പ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾ, ഈ പറഞ്ഞ ആളുകളെ അല്ലാതെ. അതേപോലെ വാപ്പയുടെ സഹോദരന്മാർ, ഉമ്മയുടെ സഹോദരന്മാർ, ഈ പറഞ്ഞ ആളുകൾക്കിടയിലേക്കല്ലാതെ നിങ്ങൾ ഒറ്റക്ക് വരികയോ എല്ലാത്തവരുമായി നിങ്ങൾ കൂടിക്കലരുന്ന അവസ്ഥ ഉണ്ടാവുകയോ ഒറ്റക്ക് കൂടിച്ചേരുന്ന അവസ്ഥയോ ഉണ്ടാകരുത്. ഇവരുമായി തന്നെ ഇവർക്ക് നിങ്ങളുടെ മുട്ടുപൊക്കളിന് ഇടയിലുള്ള ഔറത്ത്, ഇവർക്കിടയിൽ മുട്ടുപൊക്കളിനിടയിൽ മറക്കൽ നിർബന്ധമാണ്. പക്ഷേ ഇവരിൽ ആരെങ്കിലും ദുഷിച്ച മനസ്ഥിതിക്കാരനുണ്ടെങ്കിൽ അവനിൽ നിന്നും പൂർണ്ണമായി മറഞ്ഞു നിൽക്കണം എന്ന് തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഉപ്പ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളെങ്ങനെ ജേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ അനുജത്തിയായ നിങ്ങളുടെ മകളെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കും? സ്വന്തം രണ്ടുപേരും കണ്ണൂർ ജില്ലയോട് കോഴിക്കോട്ടോ മലപ്പുറത്തോ ആണ് ഞാൻ പോയി ചോദിക്കുന്നതെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഞാൻ ചോദിക്കുക. എൻ്റെ ജേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ രണ്ടുപേരും ഒത്തുചേർന്നിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാൻ ആരനുവാദം ചെയ്തു? എൻ്റെ സഹോദര, നിങ്ങൾ ചിന്തിക്കണേ. അനുജത്തിയെ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ അവൾ പ്രസവിച്ചത് 8ാമത്തെ മാസത്തിലാണ്. 6 മാസം മതിയെന്നാണ് ഇസ്ലാമിൻ്റെ ഹുക്കുമെങ്കിലും ഇവൾ വിവാഹം ചെയ്യപ്പെടുന്നതിന് മുമ്പേ ഗർഭിണിയായിരുന്നുവെന്ന റിപ്പോർട്ട് ജില്ലയിൽ നിന്ന് പത്രങ്ങളിൽ വന്നത് നമുക്ക് വായിക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ ആലോചിക്കണം, റബ്ബിൻ്റെ നിയമം കാറ്റിൽ പറത്തിയത് ലോകത്ത് വന്നുപോയ തകരാർ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലം, നിങ്ങൾ ചിന്തിക്കണം, പെണ്ണ് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാ? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ആകെ മൂടുന്ന വസ്ത്രം ധരിച്ചേ പുറത്തിറങ്ങാവൂ. ആകെ മൂടുന്ന വസ്ത്രം ധരിച്ചാൽ നോട്ടം പതിയുകയില്ല. നോട്ടം പതിയാതിരുന്നാൽ ശരീരത്തിൻ്റെ സൗന്ദര്യം കണ്ട് പുരുഷന്മാർ വശീകരിക്കപ്പെടുകയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.